അവളുടെ പാദസ്പർശമേറ്റപ്പോൾ ഇവിടം കുളിരണിഞ്ഞു. പാരിജാതം മിഴികൾ തുറന്നു. ശംഖപുഷ്പം കണ്ണെഴുതി. ഞാൻ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഇവിടെങ്ങും പൂ. പൂ, കുങ്കുമപ്പൂ, പുഞ്ചിരിക്കും ചെമ്പകപ്പൂ, എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പഴയ വിദ്യാർത്ഥികൾക്ക് എൻ്റെ നമസ്കാരം. പൊട്ടുരിഞ്ഞൊരോർമകളിൽ കുട്ടികളായി മുട്ടുമെനഞ്ഞ പട്ടിലും ചിതകളിൽ. ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചുള്ളത് അദ്ദേഹത്തിന് ആദ്യമായിട്ട് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, ഒന്ന് രക്ഷിക്കണേ. കൊടുവാമീസേ അരുവാപ്പാറ് ആറുമുഖം താൻ കയ്യ വച്ചാൻ തൂൾ. കടവപ്പല്ല് തങ്കപ്പല്ല് അടുത്തപ്പല്ല് സിംഗപ്പല്ല് തൂൾ. போடா வெண்ண போட்டி என்ன சொல்லி அடிப்பெந்தூள். போடா இன்று யாரும் வந்தால் தோட கொடுப்பெந்தூள். போடா வெண்ண போட்டி என்ன சொல்லி அடிப்பெந்தூள். போடா இன்று யாரும் வந்தால் தோட கொடுப்பெந்தூள். ஏக பிரசக்கே அட்ரஸக்க பாட்டா நை நாட்டூள். മൈ ഡിയർ ക്ലാസ്മേറ്റ്സ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 8th ബാച്ചിൻ്റെ 52ാം ഗെറ്റ് ടുഗദറാണ് നടക്കുന്നത്. ഈ വേദിയിൽ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തക പ്രകാശനം നടക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണില് ചിങ്ങ നിലാവല്ലേ. നീയൊന്നു വാടിയാൽ ആരും കാണാതെ നെഞ്ചം വിങ്ങില്ലേ. മണിമുകിലോളം മകൾ വളർന്നാലും നമ്മൾ ഒരു പുതിയ തലമുറയെ നമ്മൾ വളർത്തിരുത്തിയാൽ അടുത്ത തലമുറയ്ക്ക് ഇതിനേക്കാളും നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. रात में तेरे खत पढ़ेंगे साथ में कोरा जो पन्ना. മലബാർ ഗോൾഡിൻ്റെ ഉടമസ്ഥനെ പോലെ തന്നെ അബ്ദുള്ളയും വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പടം ഏത് മുക്കിലും മൂലയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കദളിവാഴക്കൈയിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. വിരുന്നുകാരാ 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 വന്നാട്ടെ. ഇപ്രാവശ്യം ഡോക്ടർ രാധാകൃഷ്ണൻ പണ്ട് മുതൽക്കേ ഹി വാസ് സ്റ്റാൻഡിങ് ഔട്ട്. നമ്മളൊക്കെ കൈകൊണ്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതിരുന്ന കാലം തൊട്ടിട്ട് വളരെ കൃത്യമായിട്ട് ഇതിട്ട് ഡിജിറ്റൽ പ്രിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു വ്യത്യസ്ത ആയിട്ട് സംഗതികൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് നേരത്തെ നമുക്കൊക്കെ അറിയായിരുന്നു. ഇപ്രാവശ്യത്തെ മാതിരി പ്രസൻ്റ് ആദ്യം അയക്കുക, പിന്നെ ആദ്യം തന്നെ റേഡിയോ അയക്കുക, പിന്നെ റേഡിയോ തരിക, പിന്നെ ബാക്കിയുള്ള പലത്. ഇറ്റ് വാസ് സംതിങ് റിയലി ഡിഫറെൻറ്റ്. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ക്യാൻസറിനെ കീഴടക്കുക എന്നുള്ളത് അത് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. രാധാകൃഷ്ണനോട് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളെല്ലാം സുന്ദരന്മാരും സുന്ദരിമാരാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പൊങ്ങി കാലൊക്കെ ഒന്ന് പൊക്കി ചവിട്ടി നോക്കി.
രക്ഷയില്ല. പ്രോഗ്രാം ഹാസ് ബിക്കം എ ഗ്രാൻഡ് സക്സസ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ ക്യാൻ ഫീൽ ദ ആംബിയൻസ് ഓൾസോ. നിമാൻസ് ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് ആവുന്നത്ര ഡോക്ടർ ചെയ്തു കഴിഞ്ഞു, ഇനി എന്താ ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചു. ഇനി വോൾട്ടേജിനൊരു പ്രോഗ്രാം കൂടെ ഉണ്ട്, പക്ഷേ ആരോഗ്യം സംഭവിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് ഇദ്ദേഹമാണ് നമ്മുടെ പ്രിയങ്കരനായ മോഹനൻ നമ്പൂതിരി, പഴയടത്ത് മോഹനൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന് നമുക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കഴിഞ്ഞ അങ്കമാലി ഗെറ്റ് ടുഗദറിന് രാധാകൃഷ്ണപിള്ള ആ വ്യത്യസ്ത വേഷത്തിൽ വന്നപ്പോൾ തന്നെ ഇത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷയോടെ വന്നു. ആ പ്രതീക്ഷകളെ കൊണ്ട് അതിനും ഉപരിയായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു നമുക്ക് ഇവിടെ വന്ന് ഉണ്ടായിട്ടുള്ളത്. സരോജം, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ആർക്കാ മ്യൂസിക് ഇഷ്ടം? സംഗീതമേ ജീവിതം, സംഗീതമേ ജീവിതം, ഒരു മധുര സംഗീതമേ ജീവിതം. അത് 1000 പാട്ടില് ഞാൻ ദിവസവും 10 പാട്ട് ദിവസവും കേൾക്കും. ഞാൻ ഇന്നും കേൾക്കും. അത് നമ്മളതൊരു ഹാബിറ്റാക്കും. ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ. പങ്കെടുത്ത ഗെറ്റ് ടുഗദറിൽ വ്യത്യസ്തതയുള്ളതും വളരെ മനോഹരമായി സംഘടിപ്പിച്ചതുമായ ഗെറ്റ് ടുഗദറാണ് പരപ്പനാങ്ങാടിയിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് 5 മണി മുതൽക്ക് നമ്മൾ ഇതുവരെയായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമ 522 പട്ടാളക്കാർ ഈ കാർഗിൽ യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ട ഒരു പ്രതീതി ഇതുവരെ കണ്ടിരിക്കുകയാണ്. അതിൽ കുറെ സന്തോഷിക്കാനുള്ള സംഗതികൾ, കുറെ ചിന്തിക്കാനുള്ള സംഗതികൾ, കുറെ മനസ്സിലാക്കാനുള്ള സംഗതികൾ, കുറെ പണ്ടത്തെ ഓർമ്മകളൊക്കെ വീണ്ടെടുക്കാനുള്ള സംഗതികൾ, കുറെ പാട്ടുകൾ, കുറെ വളരെ രസമുള്ള സംഗതികൾ, ഇങ്ങനെ എല്ലാം കൊണ്ടുമായിട്ട് ഒരു മനോഹരമായ ഒരു സിനിമ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി നീങ്ങുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഏകദേശം മെരുകിക്കൊണ്ടുവരുന്ന ഒരു നയതന്ത്രജ്ഞനായ ശശിയെ
ഞാനിവിടെ അവതരിപ്പിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തദാനം കൊടുത്തിട്ടുള്ളത് ഡോക്ടർ ശശിയാണ്. മുഹമ്മദ് റാഫിയുടെ ഒക്കെ ആ കാലത്തെ വളരെ കേമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ ഇപ്പോഴും വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷം നമുക്ക് തന്നത് ഒരുപക്ഷെ രാധാകൃഷ്ണ പിള്ളയാണ്. ഡോക്ടർ രാധാകൃഷ്ണപിള്ള ഇത് വളരെ ഗംഭീരമായിട്ട് സ്വയം പ്രയത്നം ചെയ്ത് ഇതെല്ലാം വളരെ ഭംഗിയാക്കി നടത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണപിള്ള തനിച്ച് ഗെറ്റ് ടുഗദർ വളരെ ഭംഗിയാക്കി നടത്തി. ഹോസ്പിറ്റൽ ഒരു റിസോർട്ട് പോലെയാക്കി 1000 ചെട്ടികൾ വെച്ച് പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വൺ മാൻ ഷോ ആയിരുന്നു. சூரக்கா உடச்சி ஜெயிச்சக்கா தூள் குண்டக்கா மண்டக்கா பேச்சுக்கு எதிரே கண்டிப்பா கோட்டையே புடிச்சக்கா தூள். വളരെ മികച്ച നിലവാരം പുലർത്തിയ ഒരു ഗെറ്റ് ടുഗദറാണ്. மீச அருவா பார்வை 6 முகந்த கைய வச்சான் தூள். ഇത്രയും നല്ലൊരു ഓർഗനൈസ് ചെയ്തിട്ട് സിംഗിൾ മാൻ ഷോ. സാർ ഒരു ഏറ്റവും നല്ല റോൾ മോഡലാണ്. പിള്ളയ്ക്ക് എല്ലാ കൊല്ലവും നടത്താൻ സാധിക്കട്ടെ.